ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ സാംസങ് One UI ലോഞ്ച് ആവണതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് വന്നിട്ടുണ്ട്. ഇപ്പോൾ 4 ഫേസ് ആയിട്ടാണ് ആക്ച്വലി സാംസങ്ങിൻ്റെ One UI ലോഞ്ച് ആവാൻ പോകുന്നത്. ആദ്യത്തെ ഫേസ് 1 ഫേസ് 2 ആയിരിക്കും നമ്മുടെ സാംസങ്ങിൻ്റെ S സീരീസുകൾക്കും Z സീരീസുകൾക്കും അതുപോലെ തന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ലെവലിലൊക്കെ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫേസ് 3ഉം 4 ആയിരിക്കും അവർ എൻട്രി ലെവലും മിഡ് റേഞ്ച് ഫോണുകൾക്കൊക്കെ ആക്ച്വലി One UI വരാൻ പോകുന്നത്. അപ്പോൾ ഏത് ഫോണുകൾക്ക് എപ്പോഴാണ് നമ്മുടെ One UI നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ കുറേ പേരെ ആൾക്കാർ ഇതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് സാംസങ്ങിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് ഇതുപോലെ ലാഗ് ആയിക്കൊണ്ട് പോകുന്നത്. അതായത് ലോഞ്ചിന് ശേഷം ഇത്രയും ലാഗ് ആവുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ കുറേ പേര് പറയുന്നത് സാംസങ് അവരുടെ സീരീസ് ഫോണുകളെ വിൽക്കാനുള്ള ഒരു തന്ത്രം ഇറക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് കറക്റ്റ് ആവാനുള്ള സാധ്യത ഭയങ്കര കുറവാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി AI ഫീച്ചേഴ്സ് ഇറക്കിയപ്പോഴും സാംസങ് അത് പെട്ടെന്ന് തന്നെ എല്ലാവരുടെ ബാക്കിയുള്ള ഫോണുകൾക്കും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അവരുടെ സാംസങ് മുമ്പത്തെ ജനറേഷൻ അതായത് S24 ഇറക്കിയപ്പോൾ S23 സീരീസൊക്കെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് S24 പോലും One UI 7ന്റെ അപ്ഡേറ്റുകൾ സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ബീറ്റ വേർഷൻ രണ്ട് ബീറ്റ വേർഷൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതിൽ ബഗ് കണ്ടുപിടിക്കുമ്പോഴാണ് ആക്ച്വലി ഒരു ബീറ്റാസ് ആഡ് ചെയ്തിട്ട് പിന്നെയാണ് അതൊക്കെ ഫിക്സ് ചെയ്താണ് സ്റ്റേബിൾ ഇറക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ Android 15 ബേസ് ആയിരിക്കും One UI നിങ്ങൾക്ക് അറിയിക്കും അത്. അപ്പോൾ ഏതൊക്കെ ഫോണുകൾക്ക് ഏതൊക്കെ ഡേറ്റിലാണ് നമ്മുടെ One UI 7 കിട്ടുക നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മളിതിൽ ടെക് ഫീൽഡിലും സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി ഇപ്പോൾ സാംസങ് One UI 7 S25 സീരീസ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ അവർ S25ൻ്റെ കൂടെ തന്നെ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള ഡിവൈസുകൾക്ക് ഒരു റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ ഏപ്രിൽ തൊട്ടാണ്. അതായത് സാംസങ് S24കൾക്കും ഏപ്രിലേ കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴൊക്കെ കിട്ടുമെന്ന് നോക്കി നോക്കാം നമുക്ക്. ഫസ്റ്റ് ബാച്ച് അതായത് ഫേസ് 1 റോൾ ഔട്ട് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 18 കേട്ടോ. അതായത് നമ്മുടെ സാംസങ് S24, S24 പ്ലസ്, S24 അൾട്ര, S24 FE, അതുപോലെ തന്നെ ഗാലക്സി Z ഫ്ലിപ്പ് 6, ഫ്ലിപ്പ് അതുപോലെ തന്നെ ഫോൾഡ് 6 ഈ ഫോണുകൾക്കായിരിക്കും ആദ്യത്തെ ഫേസുകൾക്ക് നമുക്ക് അപ്ഡേറ്റ് കിട്ടുക. അടുത്ത നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫേസ് 2 ആണ്. അത് വരാൻ പോകുന്നത് ഏപ്രിൽ 25 കേട്ടോ. അത് നമ്മുടെ സാംസങ് S23 അൾട്ര, S23 പ്ലസ്, ഫ്ലിപ്പ് 5, ഫോൾഡ് 5, പിന്നെ ഗാലക്സി A54 ഉണ്ട് അതിൽ. അപ്പോൾ അതാണ് ഫേസ് 2 വരാൻ പോകുന്നത്. ഇനി ഫേസ് 3 എന്ന് പറയുന്നത് മിഡ് മെയ് ആണ്, അതായത് മെയ് 16 S23 FE, S22 പ്ലസ്, S22 അൾട്ര, ഗാലക്സി ഫ്ലിപ്പ് 4, ഫോൾഡ് 4 വരാൻ പോകുന്നതിൽ കേട്ടോ. പിന്നെ ഗാലക്സിയുടെ A34ഉം A33ഉം A53ഉം അതിൽ ഇൻക്ലൂഡഡ് ആണ്. ലാസ്റ്റ് ഫേസ് 4 ആണ് റോൾ ഔട്ട്, ഫൈനൽ റോൾ ഔട്ട് ആണ് മെയ് 23 ഗാലക്സി S21 പ്ലസ്, S21 അൾട്ര, അതുപോലെ തന്നെ ഫ്ലിപ്പ് 3, ഫോൾഡ് 3 ഇതിനൊക്കെയാണ് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടാബ് S9 ടാബുകൾക്കും S9 ടാബ് സീരീസുകൾക്കും ഇതിലൂടെ ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന നമ്മുടെ One UI 7 റോൾ ഔട്ട് ഫീച്ചർ. ഭയങ്കര ലാഗായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയുണ്ട് 1 മാസം കൂടി ഓൾമോസ്റ്റ്. അത് 1 മാസമല്ല, നമ്മുടെ S23 സീരീസുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 മാസം ഉണ്ട്. അപ്പം നല്ല ലാഗ് ആയിട്ടുണ്ട് സാധനം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാൻ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം. ബൈ.